ഈ നമ്പർ അനലോഗി പോലത്തെ ക്വസ്റ്റ്യൻസിൽ നമ്മൾ നോക്കേണ്ടത് ആദ്യം തന്നിട്ടുള്ള നമ്പറും സെക്കൻഡ് നമ്പറും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന്, അല്ലെങ്കിൽ ആ ഡിജിറ്റുകൾ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നാണ് നമ്മൾ ആദ്യം ഇതിനകത്ത് ചെക്ക് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ നമ്പേഴ്സ് തമ്മിലുള്ള റിലേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ലോജിക്കൽ തിങ്കിങ് ആണ്. 65 കിട്ടാൻ 4 ക്യൂബ് 64 പ്ലസ് 1 കൂട്ടിയാലും നമുക്ക് 65 കിട്ടും. ഇനി 64ൻ്റെ കൂടെ 1 സ്ക്വയർ കൂട്ടിയാലും നമുക്ക് 65 കിട്ടും. പ്ലസ് 1 ക്യൂബ് ചെയ്താലും നമുക്ക് 65 ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമുക്കിവിടെ ആൻസറിലോട്ട് എങ്ങനെയാണ് എത്തുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ 23 ആണ് തന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത് 3. അതിൻ്റെ 3 ക്യൂബ് എടുക്കുക. ഇവിടെ 27 കിട്ടുന്നു. അതായത് ആദ്യത്തെ നമ്പർ നമ്മൾ 4 ക്യൂബാണ് ചെയ്തത്. അതുപോലെ ഈ 27ൻ്റെ കൂടെ എത്രയാണ് കൂട്ടേണ്ടത്? ആദ്യത്തെ നമ്പർ ഡിജിറ്റ് 2 കൂട്ടിയപ്പോൾ നമുക്ക് 29 കിട്ടി. നമ്മുടെ ആൻസറിൽ 29 ഇല്ല. അതുകൊണ്ട് നമ്മൾ 27ൻ്റെ കൂടെ 2 സ്ക്വയർ ആഡ് ചെയ്ത് നോക്കി. അപ്പോൾ 31 ഉണ്ട്. നമ്മുടെ ആൻസർ ഉണ്ട്. 27 പ്ലസ് 2 ക്യൂബ് ആഡ് ചെയ്ത് നോക്കിയാൽ 2 ക്യൂബ് എന്ന് പറയുന്നത് 8ഉം 27ഉം ദാറ്റ് ഈസ് 35. ഇവിടെ ആൻസർ ഇല്ല. അതുകൊണ്ട് നമ്മുടെ 31 ആണ് ഫൈനൽ ആൻസറായിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ.